എത്യോപ്യയിലെ രാജാവായ സെഫിയസിന്റെയും കാസിയോപ്പിയയുടെയും മകളായ ആൻഡ്രോമിഡ ഒരു സുന്ദരിയായ രാജകുമാരിയായിരുന്നു. അവളുടെ അമ്മ പോസിഡോം ദേവനെ സേവിച്ചിരുന്ന കടൽ നിംഫുകളായ നെറൈഡുകളെക്കാൾ ആൻഡ്രോമിഡ സുന്ദരിയാണെന്ന് വീമ്പിളക്കി. ഈ അഹങ്കാരത്തിൽ അസ്വസ്ഥനായ പോസിഡോൺ എത്യോപ്യയുടെ തീരം നശിപ്പിക്കാൻ സിറ്റസ് എന്ന ഭയങ്കരനായ ഒരു കടൽ രാക്ഷസനെ അയച്ചു. തന്റെ രാജ്യം രക്ഷിക്കാൻ ആഗ്രഹിച്ച രാജാവ് സെഫിയസ് അവരുടെ ദൈവമായ ഒറാക്കിളിനോട് സഹായം അഭ്യർത്ഥിച്ചു. ദേവന്മാരുടെ ഉത്തരം ക്രൂരമായിരുന്നു. ആൻഡ്രോമിഡയെ ബലിയർപ്പിക്കണം. കടലിനടുത്തുള്ള ഒരു പാറയിൽ ചങ്ങലയിട്ട് അവളെ രാക്ഷസന് വിട്ടുകൊടുക്കും. അങ്ങനെ അവൾ അവിടെ ഒറ്റയ്ക്ക് ഭയന്ന് ശിക്ഷിക്കപ്പെട്ട് മരണത്തിനായി കാത്തിരുന്നു. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. മഹാവീരനായ പെർസ്യൂസ് കടലിന് മുകളിലൂടെ പറന്നു വരുന്നുണ്ടായിരുന്നു. ആൻഡ്രോമിഡയുടെ സൗന്ദര്യത്തിലും ധൈര്യത്തിലും ആകൃഷ്ടനായ പെർസ്യൂസ് താഴേക്കിറങ്ങി. അവൻ രാജാവുമായൊരു കരാറിലേർപ്പെട്ടു. ആൻഡ്രോമിഡയെ രക്ഷിച്ചാൽ അവളെ അവന് സ്വന്തമായി നൽകണം. മനുഷ്യരെ കല്ലാക്കി മാറ്റുന്ന ഭീകരസത്വമായ ഗോർഗോൺ മെഡൂസയെ കൊന്ന് അതിന്റെ തല പെർസ്യൂസിന്റെ കൈവശമുണ്ടായിരുന്നു. മെഡൂസയുടെ തല ഉപയോഗിച്ച് പെർസ്യൂസ് കടൽ രാക്ഷസിനെ കല്ലാക്കി മാറ്റി ആൻഡ്രോമിഡയെ കൃത്യസമയത്ത് രക്ഷിച്ചു. താമസിയാതെ അവർ വിവാഹിതരായി. അവൾ അവനോടൊപ്പം ഒരു രാജ്ഞിയായി.